ബെത്ലഹേം മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അവിടെ ശരീരമാകുന്ന സഭയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി റോൾസിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചു. ഇനിയും ബാക്കി 9-ാമത്തെ വാക്യം തൊട്ട് താഴോട്ടുള്ള വാക്യം ഇന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് അധ്യായം തീർക്കാം. റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള ചിന്തകളാണ് ഇതിനകത്തുള്ളത്. ഓരോ വാക്യങ്ങളായിട്ട് വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 9-ാം വാക്യം, സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക. സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കപടഭക്തി ഇല്ലാത്ത സ്നേഹം ആയിരിക്കണം. നമ്മൾ ആദായം എന്തെങ്കിലും ഇച്ഛിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ ചെയ്യരുത്. എന്നുവെച്ചാൽ ഒരാളിനെ സ്നേഹിക്കുന്ന അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹമല്ല, യേശുക്രിസ്തു പഠിപ്പിച്ച ആ സ്നേഹമല്ല. നമ്മളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും എന്നുള്ള സ്നേഹത്തിൽ നമ്മളെ സ്നേഹിക്കണം. 1 പത്രോസ് 1:22 എന്നാൽ സത്യമനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ്യമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിപ്പിക്കും. അന്നേരം സ്നേഹം ഹൃദയപൂർവ്വം, ലവ് വൺ അനദർ വിത്ത് എ പ്യുവർ ഹാർട്ട് ഫെർവൻ്റ്ലി, ഒരിക്കലും നിർവ്യാജ്യമായ സഹോദരപ്രീതിക്കായിട്ട് നിർമ്മലീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമായിരിക്കണം. ആ സ്നേഹത്തിന് കണിയ അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം സ്നേഹിക്കേണ്ടത്. അത് പ്രത്യേകം ഓർക്കുക. സ്നേഹത്തിൻ്റെ ആ ഒരു രീതിയിലായിരിക്കണം, ഹൃദയപൂർവ്വമുള്ള സ്നേഹമായിരിക്കണം എന്നുള്ളത് ഓർക്കുക. അതിനോട് ചേർന്ന് തന്നെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക എന്ന് വെച്ചാൽ എന്താണ്? പാപ സ്വഭാവത്തെ വെറുക്കുക. നിനക്ക് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വിളിയുണ്ട്. നീ വിശുദ്ധനായിട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വേണ്ടാത്തതിനോട് വീണ്ടും പോയി കൂട്ടുചേരരുത്. അബോർ ദാറ്റ് വിച്ച് ഈസ് ഈവിൾ, എന്നിട്ട് നല്ലതിനെ പറ്റിക്കൊള്ളുക. നിൻ്റെ ഫ്രണ്ട്സ് ആരാണ്? അവരുമായിരിക്കും പലപ്പോഴും നിന്നെ ഡയറക്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഈവിൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക തന്നെ വേണം. പലപ്പോഴും ഫെലോഷിപ്പിലൊക്കെ പുതുതായിട്ട് വരുന്നവരോട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് അങ്ങനൊരു വീണു പോകാനുള്ള സാധ്യതയുണ്ട്, കൂട്ടായ്മയിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഈവിൾ ഫ്രണ്ട്സിനെ നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുക തന്നെ വേണം. അതുകൊണ്ട് തീയതിനെ വെറുക്കുന്നത് പൂർണ്ണമായിട്ടായിരിക്കണം, പാർഷ്യലായിട്ടല്ല. ചില ആളുകളുണ്ട് കുറച്ച് ഞാൻ ശരിയായിക്കോളും എന്ന് പറയല്ല, അത് പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കണം. അത് ഒഴിവായിച്ചില്ലെങ്കിൽ അത് വീണ്ടും വന്ന് കയറും. ആ ജീവിതത്തിലെ ആ വിശുദ്ധിയും ആ ദൈവസന്നിലുള്ള വേർപാടും അല്ലെങ്കിൽ പാപസ്വഭാവത്തെ അത് മാറ്റുവാനായിട്ട് അത് ഇടവരാതെ ഇരിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കണം. 10-ാം വാക്യം, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. നല്ല ക്ലിയറായിട്ട് പറയാം. അന്യോന്യം സഹോദരങ്ങളെ സഹോദരപ്രീതിയിൽ സ്ഥായി പൂണ്ട് എന്നുവെച്ചാൽ സഹോദരന്മാരെ സ്നേഹിക്കുക. എസ്പെഷ്യലി ഫെലോഷിപ്പിലുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. വിശ്വാസികളെ അന്യോന്യം മുന്നിട്ടുകൊള്ളണം. അത് നമ്മുടെ ഒരു കൾച്ചറായി മാറണം. അതാണ് ആവശ്യം. സഭയിൽ തന്നെ ഒരു കാര്യം, ഒരാൾ നല്ലൊരു ലീഡറാണ്, നല്ല രീതിയിൽ അയാളുടെ ഗിഫ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരാളിനോട് നമ്മൾ അസൂയ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെ നമ്മൾ സ്ഥായി പൂണ്ട് ബഹുമാനിച്ചു. അത് നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കണം. ഹോണറിങ് വൺ അനദർ, പ്രിഫറിങ് വൺ അനദർ. 11-ാം വാക്യത്തിലെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിക്കും. ബ്രദറെ, ഇപ്പോൾ ഉത്സാഹമൊക്കെ പോയി, എന്തുകൊണ്ട് സഹോദര വിശേഷം? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴിഞ്ഞുകൂടി പോവുക. ഇങ്ങനെയാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം? മനസ്സിലൊരു സന്തോഷമില്ല, മനസ്സിലൊരു ഉത്സാഹമില്ല. കാര്യം എന്താണ്? ദാവീദ് പറഞ്ഞ പോലെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു 51-ാം സങ്കീർത്തനത്തിൽ. ആ രക്ഷയുടെ സന്തോഷം പലപ്പോഴും ഇല്ല. നമ്മൾ ഡിനാമിക്സ് പവർ ഉണ്ടെങ്കിൽ നമ്മൾ എരിവോടുകൂടി നിൽക്കും, ആത്മാവിൽ എരിവോടുകൂടി നിൽക്കും. ഞാൻ സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സാത്താൻ്റെ
ആർമേഴ്സിനെ കുറിച്ച്, സാത്താനെതിരായിട്ടുള്ള ആർമേഴ്സ് നമ്മൾ ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഉള്ള ഒരു പോയിൻ്റായിരുന്നു ഇത്. തീഷ്ണത എന്ന മേലങ്കി ധരിക്കണമെന്ന് പറയാം. തീഷ്ണത, ആത്മാവിൽ എരിവുള്ളവരാവണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാവിൽ എരിവ്, തീഷ്ണത എന്ന മേലങ്കി വരുമ്പോൾ അവിടെ പിശാച് ഓടിപ്പോവും. കാരണം ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു രീതിയിൽ പറഞ്ഞാൽ ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുക. അവൻ ചുട്ടുപഴുക്കുക എന്ന് പറഞ്ഞാൽ അവനെ റിഫൈൻ ചെയ്ത് അവൻ്റെ തിളക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആത്മാവിൽ ഉള്ള പൂർണ്ണതയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു തലം, 1 degree of glory to other, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം. നേരത്തെ പറഞ്ഞാണ് 3:18, 2 കൊരിന്ത്യർ 3:18, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവത്തിൽ നമ്മൾ വരികയാണ്. അതായത് ആത്മാവിൽ നമ്മൾ എരിവില്ലെങ്കിൽ ഉറങ്ങിപ്പോവും. എന്നാൽ ആ എരിവിനോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവണം? പരിജ്ഞാനോടുണ്ടാവണം. അപ്പല്ലോസ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, അറിയാമായിരുന്നല്ലോ. അപ്പല്ലോസിന് ഭയങ്കര എരിവായിരുന്നു, പക്ഷെ പരിജ്ഞാനമില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നതിൽ ആലസ്യം പാടില്ല. അതുകൊണ്ട് ശീതോഷ്ണവാനായിട്ട് ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ ബേണിംഗ് ലൈറ്റ് പോലെ, ഷൈനിങ് ലൈറ്റ് പോലെ നമ്മളെപ്പോഴും ആയിരിക്കണം. സമൂഹത്തിനെ വലിയ റെസ്പോൺസിബിലിറ്റി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സീല് ഡൗൺ ആയി പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. കർത്താവിൻ്റെ വേലയിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ എപ്പോഴും എൻകറേജ് അവേഴ്സൽസ്, ബർന്നബാസിനെ പോലെ എൻകറേജിങ് അവേഴ്സൽസ്, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ എൻകറേജ് ചെയ്യുക. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ, ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പരീക്ഷകൾ, കഷ്ടതകൾ വരും, നമുക്കറിയാം. എന്നാൽ അതിലൊക്കെ തന്നെ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രത്യാശ ഉണ്ട്. ആ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. റിജോയ്സിങ് ഇൻ ഹോപ്പ്. ആ പ്രത്യാശ സഹനശക്തിയോടുകൂടി സഹിക്കണം. നെബൂഖദ്നേസറിൻ്റെ കാലത്ത് 3 ബാലന്മാരെ പിടിച്ച് തീയിലിട്ടു. ശദ്രക്, മേശക്, അബേദ്നെഗോ. അവരെ അതെങ്ങനെയാണ് ഫേസ് ചെയ്തത്? അവർ പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും, രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുഴപ്പമില്ല, നീ ഉണ്ടാക്കിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. എന്നാൽ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല, 4-ാമത്തവൻ്റെ രൂപം ദൈവപുത്രൻ്റെ രൂപത്തോട് ഇത്തിരിക്കുന്നു എന്ന് രാജാവ് പറയുന്ന ദാനിയേലിൻ്റെ 3:24-25 കാണുന്നു. അന്നേരം ഒരുവൻ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുകയും അഭിമുഖിക്കുകയും ചെയ്താൽ എന്തിനേയും അഭിമുഖിക്കാനായിട്ട് സാധ്യമാകും. 13-ാം വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. 15-ാം വാക്യം, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവീൻ. ഇവിടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനായിട്ട് പറയുന്നു, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ പ്രയർ. ഇത് പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പ്രാർത്ഥന എന്താണ്? റിക്വസ്റ്റ് ബിഫോർ ഗോഡ്. ആരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്? പ്രയർ. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒരുപാട് എപ്പിസോഡ് എടുത്തിട്ടുള്ളതാണ്. കോടതികൾ കണ്ടിട്ടില്ലേ, നമ്മുടെ അപേക്ഷ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രയർ മുൻസിഫിൻ്റെ മുമ്പിലേക്ക് പറയുമ്പോൾ ജഡ്ജ് അതിനൊരു ഡിസിഷൻ തരികയാണ്. ജഡ്ജിനൊരു ഡിസിഷൻ തരാനായിട്ട് മുമ്പിൽ പറയുന്ന ഒരു പ്രയർ എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം എത്രയധികം നമുക്ക് തരും എന്ന ദൈവത്തിൻ്റെ പ്രോമിസുണ്ട്. പിതാവ് മഹത്വപ്പെടേണ്ടതിന് പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും നമുക്ക് ചെയ്തു തരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ ഉറ്റിരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂയിങ് ഇൻസ്റ്റൻറ്റ് ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. അടുത്തത്, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യുക. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുക. ഇവിടെ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുക എന്ന് പറയുമ്പോൾ ആദിമസഭയിലെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. അവർ സ്വന്തമായിട്ട് വസ്തുക്കളെല്ലാം വിറ്റ് പൊതുമുതലെന്ന് എണ്ണി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞ് പ്രവർത്തനത്തിന് വേണ്ടി അവർ മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതിലെല്ലാം തന്നെ നിങ്ങൾക്ക്
പണമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ആവശ്യങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വരുന്നത്. നാം സൂക്ഷിക്കുന്നത് നഷ്ടം, കൊടുക്കുന്നത് ലാഭം. ഇതാണ് കൂട്ടായ്മ. സൂക്ഷിക്കുന്ന ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും ബാങ്കിൽ ഒരുപാട് ഇടാനുമൊക്കെയാണ് ആൾക്ക് താല്പര്യം. സേവ് ചെയ്യേണ്ടതെന്നൊന്നുമല്ല പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കോവിഡിൽ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, കുഞ്ഞുങ്ങൾ പോലും അറിയാതെ അനേകം മാതാപിതാക്കൾ NRIസും ഒക്കെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഒക്കെ ഗവൺമെൻറ് കണ്ടുകെട്ടിപ്പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് ഉണ്ട്. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിച്ചാൽ നിങ്ങളുടെ സ്വർഗത്തിലെ നിക്ഷേപം വലുതായിരിക്കും. അതിഥി സൽക്കാരം ആചരിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിഥി സൽക്കാരം ഒരുപാടടുത്ത് പഴയ നിയമത്തിൽ അബ്രഹാം, ലോത്തിൻ്റെ കാര്യം, ഇതെല്ലാം പറയുന്നുണ്ട്. അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലൊക്കെ ദൂതന്മാരെ സൽക്കരിച്ചതുമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടുകളിലെ ഒരുപാട് പീഡനവും ഒരുപാട് പ്രയാസങ്ങളും ക്രിസ്തീയ സമൂഹത്തിലുണ്ടായിരുന്നുകൊണ്ട് ആളുകളെ, പ്രത്യേകിച്ച് ക്രിസ്തീയ സഹോദരങ്ങളെ, തുറന്ന കരത്തോടെ, തുറന്ന ഹൃദയത്തോടെ, തുറന്ന വാതിലോട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം, ഒരു പ്രകൃതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യുന്ന ദൈവം ഒരിക്കലും മറക്കുകയില്ല. എബ്രായർ 6:10 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അന്നേരം ദൈവം അത് എപ്പോഴും ഓർക്കും. ദൈവം അതൊന്നും മറന്നു കളയത്തില്ല. ദൈവത്തിൻ്റെ ബുക്കിൽ, അവിടെ ബുക്ക് ഓഫ് റിമംബറൻസിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ട് ക്രിസ്തീയ കൂട്ടായ്മ വെളിപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ അത് നമ്മൾ വെളിപ്പെടുത്തുക എന്നുള്ളത് ആവശ്യമാണ്. പഴയ നിയമത്തിലെ യെശയ്യാപ്രവചനം 58-ാം അധ്യായം 7-10 വരെ: വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്ന നീ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നതിന് തൃപ്തി വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിൻ്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. ഇത് പഴയ നിയമത്തിലുള്ള ദൈവം പുതിയ നിയമത്തിലും മാറിപ്പോയിട്ടൊന്നുമില്ല. ഒരു നിയമം തന്നു എന്നേ ഉള്ളൂ. ദൈവം അനാദിയായും ശാശ്വതമായും അതേ ദൈവം തന്നെ. ദൈവത്തിൻ്റെ പോളിസി ഒന്നും ചേഞ്ച് ആകത്തില്ല. നോക്കിയേ, വിശപ്പുള്ളവനും അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നവർ, കഷ്ടത്തിലിരിക്കുന്നവരെ തൃപ്തി വരുത്തുകയും ചെയ്യുന്നവർ, നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കുകയും അന്ധകാരം മധ്യാഹ്നം പോലെയാകുകയും ചെയ്യും. നീ നിലവിളിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് യെശയ്യാപ്രവചനത്തിൽ കൂടി കാണുന്നതാണ്. അതിസൽക്കാരത്തിനുള്ള ഇമ്പോർട്ടൻസ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലായിടും ഉണ്ട്. ദൈവം ഒരിക്കലും മറന്നു കളയുകയില്ല. 13-ാം വാക്യത്തിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പം ചിന്തിച്ച ഈ 13 വരെയുള്ള വാക്യങ്ങൾ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ്. അതിൽ തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് ഇൻസൈഡേഴ്സ്, അകത്തുള്ള ആളുകളുമായിട്ട് ഏത് രീതിയിൽ നമ്മൾ വർത്തിക്കണം എന്നുള്ള ചിന്തയാണ് നമ്മൾ ചെയ്തത്. ഇതെല്ലാം തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള ചുരുക്കമായിട്ട് ഒന്ന് പറയട്ടെ. 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളാണ് നിശ്ചയിച്ചത്. 1, സ്നേഹം നിർവ്യാജമാണ്. 2, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക.
3 സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് അന്യോന്യം ബഹുമാനിക്കുക. 4 ഉത്സാഹത്തിൽ മടുപ്പില്ലവരായി ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. 5 കഷ്ടതയിൽ സന്തോഷിക്കുക, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക, ആശയിൽ സന്തോഷിക്കുക. 6 പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. 7 വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കും, അത് സൽക്കാരം ചെയ്യാം. നമുക്കിങ്ങനെയൊക്കെയുള്ള ഇത്തിരി കഴിവുകളും ഗുണങ്ങളും ഒക്കെ കാണും. എന്നാൽ ചിലതൊക്കെ മറഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ ഇപ്പോഴേ അത് നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഈ രീതിയിലാണ്, മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കുന്ന ഈ രീതിയിലാണ്. തീർച്ചയായും ഈ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ റെഫറൻസൊക്കെ നോട്ടിൽ എഴുതുന്നുണ്ടെങ്കിൽ പിന്നീട് ഭാവിയിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ ഉത്കൃഷ്ടമായിട്ടുള്ള ഗുണങ്ങൾക്ക് പാത്രീഭൂതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ളവരോട് മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുവാനായിട്ട് കർത്താവേ, ഈ ദിവസങ്ങളിൽ ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിപ്പാനായിട്ട് ഞങ്ങളെല്ലാവരെയും ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. തുടർന്നും കർത്താവെ അവരുടെ തലമുറകളെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവെ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആയിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവെ ഇത് കാണുന്നു, ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ നീ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ഭവനത്തിൽ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുമായിട്ട് എതിർത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അത് ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ മക്കളായി തീർന്ന് ഭവനത്തിൽ കടന്നു വരുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഉറച്ച് ഡിക്ലെയർ ചെയ്യുന്നു. ദൈവമേ, അവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ക്വാളിറ്റീസ്, ദൈവം നീ പഠിപ്പിച്ച വലിയ നന്മകൾ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രാവർത്തികമാകുവാൻ ഈ ദിവസങ്ങൾ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. നമ്മൾ ഈ അടുത്ത എപ്പിസോഡുകൂടി ഈ 12-ാം അധ്യായം തീർക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിൽ ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് പോയി കാണുകയും അത് നിങ്ങൾ എൻകറേജ് ആകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.